2 മാസത്തോളം ഇറാനിൽ ബന്ദിയാക്കപ്പെട്ടതിന്റെ അനുഭവം വിവരിച്ച് MSC ഏരീസ് കപ്പലിലെ ജീവനക്കാരനായ കോഴിക്കോട് സ്വദേശി ശ്യാംനാഥ് മാനസിക സമ്മർദ്ദം വല്ലാതെ വേട്ടയാടി. ഇറാന്റെ ഭാഗത്തുനിന്ന് വലിയ പ്രശ്നമുണ്ടായില്ല. റഷ്യക്കാരെത്തി ക്രൂ ചേഞ്ചിങ് നടന്നതോടെയാണ് താൻ ഉൾപ്പെടെ 3 മലയാളികൾക്ക് മോചനം സാധ്യമായതെന്നും ശ്യാംനാഥ് 24-നോട് പറഞ്ഞു. ഇറാൻ പിടിച്ചെടുത്ത MSC ഏരീസ് കപ്പലിലെ 4 മലയാളികളും തിരിച്ച് കേരളത്തിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് കോഴിക്കോട് വെള്ളിപറമ്പ് സ്വദേശി ശ്യാംനാഥാണ്. 2 മാസം നീണ്ട ഈ പ്രശ്നങ്ങൾക്കൊടുവിലാണ് താങ്കൾ തിരിച്ച് കേരളത്തിലെത്തിയിരിക്കുന്നത്, ജന്മനാട്ടിലെത്തിയിരിക്കുന്നത്. ഈ 2 മാസത്തെ അവിടുത്തെ സാഹചര്യം എന്തായിരുന്നു? 2 മാസം അവിടെ ഇറാൻ്റെ സൈഡിൽ നിന്ന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നിട്ടില്ല. ഞങ്ങൾ ഇനഫ് ബോൾഡായിരുന്നു. അങ്ങനെ ഈ 2 മാസം നന്നായിട്ട് പോയി. പക്ഷേ മെൻ്റൽ സ്ട്രെസ്സും ടെൻഷനും ആയിരുന്നു. കാരണം ഞാനൊക്കെ എൻ്റെ കോൺട്രാക്റ്റ് കഴിയണ ഒരു സമയമായിരുന്നു. ഓൾമോസ്റ്റ് 7 months ഞാനവിടെ ഉണ്ടായിരുന്നു ആ ഷിപ്പിൽ. അത് കഴിഞ്ഞിട്ട് സൈൻ ഓഫ് ആവുന്ന ആ ഒരു സമയത്താണ്, അതിൻ്റെ 2 ദിവസം മുന്നെയാണ് ഇവർ പിടിച്ചു കൊണ്ടുപോയത്. അത് കഴിഞ്ഞ് 12-ാം തീയതി അവർ റിലീസ് ചെയ്യുമ്പോൾ ഞാൻ ഓൾമോസ്റ്റ് 9 മാസം കവർ ചെയ്തിരുന്നു. വേറെയും കൂടെ ഉള്ളവരും 10 മാസവും 7 മാസവും ഒക്കെ അവർ കഴിഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ഒരു മെൻ്റൽ സ്ട്രെസ് ഉണ്ടായിരുന്നു. അതോടൊപ്പം അവരുടെ ഈ നിങ്ങളോടുള്ള പെരുമാറ്റമൊക്കെ എങ്ങനെയായിരുന്നു? ഭക്ഷണമൊക്കെ കൃത്യസമയത്ത് കിട്ടിയിരുന്നു? എന്തായിരുന്നു അവസ്ഥ? ഭക്ഷണം അവരല്ല തീരുമാനിക്കണത് എന്ന് പറഞ്ഞാൽ, ഷിപ്പിലുള്ള തന്നെ അവിടെയുള്ള ഒരു ഏജൻറ്റ് വെച്ചിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം സപ്ലൈ ചെയ്യാണ്. ഭക്ഷണമൊക്കെ നല്ലതായിരുന്നു, കുഴപ്പമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഷിപ്പിലെ അതേ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഭക്ഷണം തന്നെയാണ് പിന്നെ അവർ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അല്ല, തടവിലാക്കി എന്ന് പറയുമ്പോൾ ആളുകളൊക്കെ വലിയ രീതിയിൽ ഭീതിയോടെ കാഴ്ക്കൂല, അതായത് അവരുടെ ഭാഗത്തു നിന്നും മോശമായ പെരുമാറ്റമൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു ധാരണയുണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് ചോദിച്ചത്. നിങ്ങൾ തടവിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഹോസ്റ്റേജ് സിറ്റുവേഷനാണ്. നമ്മളെ ഷിപ്പ് അത് ഞങ്ങൾ ക്രൂവോടുള്ള പ്രശ്നം കൊണ്ടല്ല, ഇന്ത്യയും ഇറാനും ഒക്കെ തമ്മിൽ വളരെ നയതന്ത്രപരമായി നല്ല റിലേഷനാണ് മെയിൻറ്റെയിൻ ചെയ്യണത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമല്ല ഇവിടെ ഉണ്ടാവണം. ക്രൂ എല്ലാവരും എന്തൊക്കെയോ ഇൻ്റർനാഷണൽ പ്രശ്നങ്ങൾ കാരണം അവിടെ കുറച്ച് ദിവസം സ്റ്റക്കായി എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരും ഇറങ്ങി വരുന്നതാണ് കണ്ടുവന്നത്. കൃത്യമായ കാരണങ്ങളൊന്നും ഇപ്പോഴും വ്യക്തമല്ല. എന്ത് കാരണം ഈ ഇറാൻ ഇസ്രായേൽ പ്രശ്നമാണ് ഈ കപ്പൽ പിടിച്ചെടുക്കാൻ കാരണമെന്നാണ് പറയുന്നത്. പക്ഷെ എന്താണ് കൃത്യമായ ഒരു കാരണം നിങ്ങൾക്കും വ്യക്തമായിട്ടില്ല അല്ല ഇതുവരെ? ഞങ്ങൾക്ക് ഇപ്പോഴും വ്യക്തമല്ല. ആദ്യം ഓണറാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ അതൊന്നും വ്യക്തമായ ഓരോ കാരണങ്ങളല്ല. ഇതുവരെ ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. വിഷയങ്ങൾ വളരെ കോംപ്ലിക്കേറ്റഡ്. രാഹുൽ സുരേഷാണ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നത്. രാഹുൽ, ഈ മോചനം എപ്പോൾ ഉണ്ടാകുമെന്നതുമായി ബന്ധപ്പെട്ട് ഒരു കാത്തിരിപ്പുണ്ടായിരുന്നു. ഏത് തരത്തിലായിരുന്നു ഈ അവിടെ ഉണ്ടായ പെരുമാറ്റം എന്നതാണ് ഇപ്പോൾ ശ്യാംനാഥ് വിശദീകരിക്കുന്നത്. ഇത് വൈകാൻ കാരണം എന്താണെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. രാഹുൽ, ഉന്മേഷ്, നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് വെള്ളിപറമ്പിലെ ശ്യാംനാഥിന്റെ വീട്ടിലാണ്. 2 മാസത്തെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് കഴിഞ്ഞ ദിവസം ശ്യാംനാഥ് അടക്കമുള്ള മലയാളികൾ കേരളത്തിൽ തിരിച്ചെത്തിയത്. ശ്യാംനാഥ് സൂചിപ്പിച്ച പോലെ തന്നെ വലിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ വീട്ടിലെത്തി, നാട്ടിലെത്തി, കുടുംബാംഗങ്ങളുമായി എല്ലാം കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് ശ്യാംനാഥും കുടുംബവും ഉള്ളത്. അവരുടെ ശ്യാംനാഥിന്റെ മുഖത്തും കുടുംബാംഗങ്ങളുടെ മുഖത്തും ആ സന്തോഷം ദൃശ്യമാണ്. ശ്യാംനാഥ് പറയുന്നത് അനുസരിച്ച് ഇറാന്റെ ഭാഗത്തുനിന്നും കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായില്ല എന്ന് തന്നെയാണ്. പക്ഷേ മാനസികമായി വളരെ വലിയ രീതിയിൽ തളർന്നിരുന്നു. കാരണം 13-ാം തീയതിയാണ്, ഏപ്രിൽ 13-ാം തീയതിയാണ് കപ്പൽ ഇറാൻ പിടിച്ചെടുക്കുന്നത്. ഏതാണ്ട് 16-ാം തീയതിയോടുകൂടി ശ്യാംനാഥ് അടക്കമുള്ള ആളുകൾ ഇവിടെ കേരളത്തിലേക്ക് തിരിച്ചെത്താനിരുന്നതാണ്. അതിനിടയിലാണ് ഈ കപ്പൽ പിടിച്ചെടുക്കുന്നത്. അതിൻ്റെതായ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോഴും ഈ കപ്പൽ എന്തുകൊണ്ടാണ് പിടിച്ചെടുത്തത് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തമായ വിവരങ്ങൾ ശ്യാംനാഥ് ഉൾപ്പെടെയുള്ള കപ്പലിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഇല്ല. അന്താരാഷ്ട്ര പ്രശ്നങ്ങളാണ് കപ്പൽ പിടിച്ചെടുക്കാൻ കാരണമായതെന്നാണ് ഇപ്പോഴും അവർ വിശ്വസിക്കുന്നത്. വ്യക്തമായ കാരണങ്ങൾ അവർക്ക് ലഭിച്ചിട്ടില്ല. ശ്യാംനാഥ് ഉൾപ്പെടെ, അതായത് തൃശ്ശൂർ സ്വദേശി ആൻഡസ, വയനാട് സ്വദേശി ധനേഷ്, കോഴിക്കോട് സ്വദേശി ശ്യാംനാഥ്, പാലക്കാട് സ്വദേശി സുമേഷ്, ഇങ്ങനെ 4 മലയാളികളടക്കം 24ഓളം പേരായിരുന്നു ഈ MSC കപ്പലിൽ ഉണ്ടായിരുന്നത്. എന്നാണെങ്കിലും വലിയ രീതിയിലുള്ള അനിശ്ചിതത്വം ഇടസമയങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എല്ലാം ഇടപെടലിൽ ഒടുവിൽ മോചനം സാധ്യമായിരിക്കുകയാണ്. നമ്മൾ ഇടയ്ക്ക് ശ്യാംനാഥിന്റെ പിതാവുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആശങ്ക പങ്കുവച്ചിരുന്നു. നമുക്കിപ്പം ശ്യാംനാഥിന്റെ പ്രതികരണം നമ്മൾ കേട്ടു. ഇനി ശ്യാംനാഥിന്റെ പിതാവിന്റെ പ്രതികരണങ്ങൾ കൂടി കേൾക്കാം. വലിയ രീതിയിലുള്ള ആശങ്ക ഇടസമയങ്ങളിൽ ഉണ്ടായിരുന്നു. നമ്മളത് പ്രേക്ഷകരുമായി പങ്കുവെച്ചതുമാണ്. ഇപ്പോൾ മകൻ തൊട്ടു മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഈ നിമിഷമുള്ള പ്രതികരണം എങ്ങനെയാണ്? ഈ നിമിഷമുള്ള പ്രതികരണം എന്ന് വെച്ചാൽ ഇത്രയേറെ സന്തോഷമായി ഒരു സംഗതി ഇല്ല. വളരെയധികം മാനസിക സംഘർഷത്തിൽ നിന്ന് ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്. പിന്നെ അതിനുവേണ്ടി സഹായിച്ച
ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും അത് തന്നെയാണ് ശ്യാംനാഥിന്റെ പിതാവായ വിശ്വനാഥിന്റെ പ്രതികരണം. എന്താണെങ്കിലും 6 മാസത്തിന് ശേഷം വീണ്ടും ശ്യാംനാഥ് തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്താണെങ്കിലും വലിയ സന്തോഷമാണ് ശ്യാംനാഥിനും അതോടൊപ്പം തന്നെ കുടുംബത്തിനും ഉള്ളത്. ഉന്മേഷ്. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.